ഈ അതിജീവിതയെ അവരെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം വിവാദമായിട്ടുണ്ട്. അതിന് പെറ്റീഷൻ വന്നിട്ടുണ്ട്, അതിൻ്റെ കേസ് വന്നിട്ടുണ്ട്. ഒരു സംഭവം വരുമ്പം അതിനൊരു ധാർമ്മികമായ വശമുണ്ട്, നിയമപരമായ വശമുണ്ട്, വ്യക്തിപരമായ പല ന്യായങ്ങൾ ആൾക്ക് പറയാം. അതിനകത്ത് കേരളത്തെ സംബന്ധിച്ച് ഏതൊരു പാർട്ടി ആയാലും അതിന്റെ ധാർമ്മികമായ വശം കൂടി ഉയർത്തിപ്പിടിക്കണം, വെറും ടെക്നിക്കലായ കാര്യം മാത്രമല്ല. അതുപോലെ ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അവരെ അവമാനിച്ച തരത്തിലേക്ക് അവരെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുന്നത് ശരിയല്ല എന്ന് പൊതുവായ ധാരണയാണ് നമ്മുടെ നാട്ടിൽ. അപ്പോൾ അതൊക്കെ വരുന്നത് പിന്നെ ജനം ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസിൻ്റെ അകത്തെ നേതാക്കന്മാർ തന്നെ ഈ കാര്യത്തിൽ കോൺഗ്രസ് എടുത്ത സമീപനത്തെപ്പറ്റി വ്യത്യസ്തമായ അഭിപ്രായം ഓപ്പണായി പറഞ്ഞു വരുന്ന സ്ഥിതി കഴിഞ്ഞ ദിവസം കണ്ടു. അപ്പോൾ കോൺഗ്രസ് പാർട്ടിക്കകത്ത് തന്നെ അതിനകത്തുള്ളവർക്ക് പോലും കോൺഗ്രസ് പാർട്ടി എടുത്ത തീരുമാനങ്ങളും അഭിപ്രായങ്ങളും ശരിയല്ല എന്ന് തോന്നുന്ന ഒരവസ്ഥയിൽ ജനങ്ങൾ പിന്നെ എന്താ ചിന്തിക്കുക? ജനങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ട്, ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. ഈ രാഷ്ട്രീയത്തിൽ പുലർത്തേണ്ട ചില ന്യായങ്ങളും മാന്യതയുണ്ട്, നിയമപരമായ കാര്യങ്ങളുണ്ട്, അതല്ല അവർ സ്വീകരിക്കുന്നത്. അതിൻ്റെതായ ഒരു ഫ്രസ്ട്രേഷൻ കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാവും. പക്ഷെ അത് ജനങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് കുറച്ചുകൂടെ സുതാര്യമായ നിലപാടെടുക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അങ്ങനെ ഒരു കേസ് വരുമ്പം കാര്യം വരുമ്പം നിങ്ങൾ ടെലിവിഷൻകാർ തന്നെ നിങ്ങൾക്ക് ആളെ അറിയായിരിക്കും, നിങ്ങൾ പേര് കൊടുക്കാറില്ലല്ലോ. ആളെ അറിയാത്തതുകൊണ്ടല്ല, അതിനൊക്കെ ചില നോംസും നിയമങ്ങളും ഉണ്ട്. അങ്ങനെ ഒരു നിയമം നമ്മുടെ നാട്ടിൽ പാലിക്കണം. പ്രത്യേകിച്ചും സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ പോയ പല കേസുകളും നമുക്ക് ഏറ്റവും കൂടുതൽ നിർഭയ കേസിന്റെ വിഷയം അറിയാമായിരുന്നു. നിർഭയ കേസിനകത്ത് ആരും ഇന്നും ആ കുട്ടിയുടെ പേരെന്താണെന്ന്, മരിച്ചുപോയി ആ കുട്ടി, ആ നിർഭയ ഡൽഹിയിലെ കേസിന്റെ ഉൾപ്പെടെ പേരുകൾ ആരും പറയാറില്ല. അതൊക്കെ ഒരു സാമാന്യമായി നമ്മൾ പൊതുവിൽ സ്വീകരിക്കുന്ന നിലപാടുകളാണ്. അത് ആ നിലപാട് സ്വീകരിക്കേണ്ടതാണോ? അല്ലാതെ ചെയ്യുക എന്ന് പറയുന്നത് അറിവില്ലായ്മയൊന്നും അല്ല എന്നാണ് ഞാൻ പറയുന്നത്. അതൊക്കെ ഒരു മാനസികാവസ്ഥയുടെ പ്രശ്നമാണ്.